പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾ കണ്ടത് മൾട്ടി കൾച്ചർ മ്യൂസിക് വീഡിയോ ഫെസ്റ്റിവൽ 2023 സമ്മാനാർഹമായ വീഡിയോ ആൽബമാണ്. ഈ വീഡിയോക്ക് ഒന്നാം സമ്മാനം കിട്ടിയ മനു കേരളീയനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദ ഹോണറബിൾ മെമ്പർ ഓഫ് പാർലമെന്റ് ജയ്സൺ വുഡ് MP. പ്ലീസ് കം. Namaskaram. Manu Caroline, a proud community member, a talented artist. Thank you so much for this kind invitation. Thank you. Please. അടുത്തതായിട്ട് സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനു കേരളീയനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. മനസ്സ് നിറഞ്ഞ തുളുമ്പാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടത് എന്നറിയണില്ല. നമ്മൾ വളർന്നു വന്ന സാഹചര്യവും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലുമൊക്കെ അനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഓരോ കലാസൃഷ്ടിയും നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇനിയും ഒരുപാട് കലാസൃഷ്ടികൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അടുത്തത് ഒരു പരീക്ഷണ നാടകമാണ്. അത് ഞങ്ങളുടെ എല്ലാവരുടെയും നാടകം ഇതുവരെ വിട്ടില്ലേ? പിന്നെ സിനിമ, അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടാവണം. ഈ ഒരു സ്നേഹവും പ്രാർത്ഥനയുമാണ് എൻ്റെ ശക്തി. നന്ദി, നമസ്കാരം. Namaskaram. മനുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഗുഡ് മോർണിംഗ് സാർ. അൽബക്കാടിയോടെ ഓഫീസിലുണ്ട് സാർ. എന്ത് വേഷം അത്? കോട്ടാണ് സാർ. കോട്ടോ? ആ, ഓണമൊക്കെ ആയതുകൊണ്ട് കോട്ടൊക്കെ ഇട്ട് കുറച്ച് ഭംഗിയായിട്ടൊക്കെ നിൽക്കാൻ നേരിട്ട്. മുണ്ടെവിടെ? കേരളീയ വസ്ത്രം ഓഫീസിൽ നിർബന്ധമാണ്. നമസ്കാരം. നമസ്കാരം ബക്കാടി. അജാസ് എത്തിയോ? അജാസ് എത്തിയില്ല. പരിപ്പുവട കൺസൈൻമെന്റ് പോയോ? പോയി. പഴംപൊരി പോയി. പുട്ടുപൊടി പോയില്ല. പോയില്ല. ഇരിക്കും. നമസ്കാരം ബോയ്. എന്താ അത്? ഓ, ഈ വേഷം ഇതിനെന്താ പോയപ്പോ? 1-ാം തീയതി ഇതാണോ വേഷം? 1-ാം തീയോ? ഇന്ന് 19 മലയാള മാസം 1-ാം തീയതി. ഓ, എന്താ ലേറ്റ് ആയേ? വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്ക് കുടുങ്ങി. എനിക്കറിയാം ഇവിടുത്തെ കാര്യോ. അജാസെ സമയത്തിനെത്താൻ പറ്റുന്നില്ലെങ്കിൽ അജാസിന് ലീവ് എടുക്കാം. പുട്ടുപൊടി കൺസൈൻമെന്റ് ബ്രിസ്ബെയിനിലേക്ക് അയച്ചോ? അയ്യോ, അത് അയച്ചില്ലേ? അതിപ്പോ അയക്കാം, ഇപ്പൊ അയക്കാം. പിരിച്ചുവിട്ട് നാട്ടിലേക്ക് അയക്കില്ല. അജാസേ, നമുക്ക് നമ്മുടെ ടീമിനോട് ട്രീറ്റ് കൊടുക്കണ്ടാ? പിന്നെ വേണ്ടേ? അല്ലെങ്കിൽ തന്നെ ഈ ഒരു പിസ്കനാന്ന് ചെറിയൊരു പൊതുസംസാരം ഉണ്ട്. പിന്നെ ആ പാട്ടുണ്ടാക്കാൻ ഞാനടക്കം ഒരുപാട് ആൾക്കാരെ കഠിനാധ്വാനുണ്ട്. ഇന്ന് രാത്രി ഉണ്ടാക്കിയാലോ? ഇന്ന് വേണ്ട. എന്താ? എനിക്കിന്ന് നേരത്തെ കിടന്നുറങ്ങണോ? എന്താ? എടോ, എനിക്ക് നേരത്തെ ഓഫീസിൽ പോണോ? എന്താ? ഇന്റെ മോയാളി ഒരു തെണ്ടിയാ. എന്നാ പിന്നെ നാളെ രാത്രി ആക്കാം. പുതിയ സ്റ്റാഫിനെ എടുക്കണ്ടേ? കഴിഞ്ഞ ആഴ്ചയല്ലേ പുതിയൊരു പയ്യൻ കയറിയത്? എന്താണ് അവന്റെ പേര്? സന്ദീപോ? സന്ദീപ്. എടാ, ഇങ്ങനെ കുറെ ആൾക്കാരെടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഉൽപാദനം കൂട്ടണം. ഈ മുതലാളിയല്ല, എനിക്കെന്തും പറയാലോ. ക്രിയാത്മകമായി ചിന്തിക്കണം, വ്യത്യസ്തമായി ചിന്തിക്കണം. അതുപോലെ അത് പച്ചാപ്പിളല്ലേ, ഫ്രഷ് അല്ലേ?
അതന്നെ ഫ്രഷ് സാധനം. ഇതുപോലെ നമുക്ക് നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവരാൻ പറ്റണം. നമ്മുടെ കേരളീയ ബ്രാൻഡിൽ വിറ്റൊഴിക്കാൻ പറ്റും. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എങ്ങനെ ഇവിടുത്തെ ആകുക? അതതിന്റെ മേലെ സ്റ്റിക്കർ ഒട്ടിക്കാലോ. ഓ, ചക്കയാകുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ചക്ക വരട്ടി, ചക്ക വറുത്തത് തുടങ്ങിയ സാധനങ്ങളും ചെയ്യാം. നമുക്ക് കേരളീയനിൽ ചെയ്യാം. പിന്നല്ല. പക്ഷെ എല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യരുത്. ഇവിടെ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് വിചാരിച്ച എന്താ എടാ അബൂട്ടി നാട്ടിൽ പോകുന്നില്ലേ? അപ്പൊ ഉമ്മാക്ക് ഒരു മൊബൈൽ കൊടുത്തേച്ചാലോ? മൊബൈൽ എന്റെ ഉണ്ട്, പുതിയതുണ്ട്. ഉണ്ടാ? പാക്കറ്റ് പൊട്ടിക്കാൻ ഞാൻ എന്തിനാ പൈസ കൊടുത്ത് വാങ്ങണേ? അല്ല, പൈസ വേണ്ടി വരും. അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും തരൂല. എടാ മനു, എന്തിനാണ് അങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്? സ്വന്തക്കാരും ബന്ധക്കാരും ഇല്ലാത്ത ഈ വാട്ടാ പൈസ ഇല്ലാതെ ആ അല്ലേ? വേവാ. ഹേയ്, ആരാ ഇത്? നിങ്ങൾ എന്ത് അജാസേ, പണിയാണ് കാണിച്ചേ? പോയാ എടാ ആരെന്നെ തള്ളിയേ? ആ പെണ്ണടോ. പെണ്ണോ? എന്തിനാ തള്ളിയേ? ഞാനാ ചോദിച്ചേനെ. ഓളിനോട് കുറെ ചൂടായി. നമ്മളെന്തോ തെറ്റ് ചെയ്ത മാതിരി. അതിന് ഓസ്ട്രേലിയക്കാരിയാ? അല്ല, കേരളക്കാരിയാ. ഏതാ മോഡല്? മോഡലാ? ആ, മോഡലോ? ഫോണിന്റെ. മോളെ 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 കുഴപ്പമില്ല. ഒന്ന് നാവിന്റെ അടിയിൽ വെക്കാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. ശരി. എന്തെന്നെ അറിയിക്കാന്? എന്നാലൊരു വാക്കെന്നെ അറിയിക്കായിരുന്നല്ലേ? ഗോപിയേട്ടൻ പറഞ്ഞിട്ടാണോ ഞാൻ അറിയാം? അതിന് ഇതിന് മാത്രം എന്തിവിടെ സംഭവിച്ചു മിയ? അച്ഛൻ അന്നത്തെ വിഷമം മാറിയിട്ടില്ല, അതാണ്. അച്ഛനോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കല്ലേന്ന്. ഒരു ജീവിതകാലത്തെ സമ്പാദ്യമല്ലേ മോളെ. കുട്ടികൾ പറയുന്നതൊന്ന് കേൾക്കൂ. ഇനി അതൊക്കെ ആലോചിക്കാതിരിക്കൂ. അതെ, എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ആ ഫ്ലാറ്റ് അടിച്ച നേരത്തിന് കണ്ണു അങ്ങോട്ട് മായണില്ല. ആ ഫ്ലാറ്റിൽ ഒരു ഇഷ്ടിക പോലും ഇല്ലാത്ത എനിക്ക് ഇത്ര സങ്കടം വരുന്നുണ്ട്. അപ്പൊ പിന്നെ അച്ഛനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനിനി ആ നശിച്ച നാട്ടിലേക്കില്ല. ചത്താലും ഇവിടെ കുഴിച്ചിട്ടാ മതി. ഏബടെ മോളെ, ഒന്നിട്ട് മാറുന്ന മാഷേ, ഇതൊന്നുമല്ല ഇവിടെ സംഭവം. ഇവിടെ കുഴിച്ചിട്ടലും കാര്യങ്ങളൊന്നും നടക്കൂല. ഓക്കെ, ഇതിനേക്കാ ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാണ്ട്. ആദ്യം വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ആവുക. നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് അവിടെ ശങ്കില്ല ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അവിടെ പോയിട്ട് ചില്ലായിട്ട് വരാം. ബാ, എനിക്ക് പോവാ. ഒന്നെണീക്കുന്നേ മക്കളെ, ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു. 2 ദിവസം കൂടി. 2 ഡേയ്സാ മോളെ. ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അപ്പോഴേക്കും അച്ഛനെ റെഡിയാക്കി വെക്ക്. എന്തേ ഇപ്പൊ ഒന്ന് പോവോ? നീ എവിടെ പോന്ന്? ആ അനസേ, കുട്ടിക്ക് പേരിട്ടാ? ഓ ഇല്ല സാർ, സത്യനന്ദിക്കാട് സിനിമയ്ക്ക് പേരിടുന്ന പോലെ ലാസ്റ്റ് മതി എന്ന് കരുതി. ആഹാ, അവനിതുവരെ കിട്ടിയിട്ടില്ല സാറേ. സാർ എന്തെങ്കിലും പേര് പറഞ്ഞു കൊടുക്കും. പേര് അല്ലേ? ശരി, അപ്പൊ ഈ കാര്യത്തിന് മാത്രമൊക്കെ നമ്മുടെ സഹായമൊക്കെ മതിയില്ലേ? എന്താണ് ബൈ? പണിയെടുക്കടാ. സാറേ, ആ നമ്മളെ പുതിയതായിട്ട് വന്ന സന്ദീപ് ഇല്ലേ? ആ. ഓനെന്തോ മാറാരോഗ. മാറാരോഗോ? ഞാൻ പറഞ്ഞു ഒന്നല്ല, ഓൻ പറഞ്ഞ ഓനതാ പുറത്തൊക്കെ ഉണ്ട്. വിളിക്ക്. സന്ദീപേ വിളിക്കുന്നേ. ഹലോ സാർ. എന്താടാ നിന്റെ പ്രശ്നം? സാറിന്റെ പുതിയ വർക്ക് അടിപൊളിയാന്ന് പറഞ്ഞു കേട്ടിരുന്നല്ലോ. അതൊരു പ്രശ്നമല്ലല്ലോ. അല്ല സാർ, ഇവിടെ സ്റ്റാഫ് തന്നെയാണ് സാറിന് സമ്മാനം തരണമെന്ന് പറഞ്ഞു കേട്ടു. എന്ത് ചെയ്യണം? അതാണോ നിന്റെ പ്രശ്നം? അല്ല സാർ, ഭയങ്കര വയറുവേദന. തല കറങ്ങിയിട്ട് പാടില്ല സാറേ. നാട്ടിൽ പോയിട്ടൊരു കഷായം കുടിച്ച അടിപൊളിയായിരിക്കും. 2 ആഴ്ചത്തെ ലീവ് കിട്ടിയായിരുന്നെങ്കിൽ. 2 ആഴ്ചത്തെ ലീവ്. നീ ഇവിടെ വന്നിട്ട് എത്രയായി? 1 ആഴ്ച. ഓ, 1 ആഴ്ച. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? 1 മാസം. 1 മാസം. പോയി പണിയെടുക്കടാ. അവന്റെ മാറാരോഗം. അതെ, ഇപ്പൊ പണ്ടത്തെ പോലല്ലോ സന്ദീപേ. നേരിട്ടുണ്ട് ലൈവായിട്ട് ചാറ്റ് ചെയ്യാലോ. പിന്നെന്താ പ്രശ്നം? എല്ലാ കാര്യവും ലൈവിലൂടെ നടക്കൂലല്ലോ ഏട്ടാ. ആ അത് ശരിയണ്ടാ, എല്ലാ കാര്യവും പറ്റില്ല. 1 ആഴ്ചത്തെ ലീവ് തന്നാ പറ്റുമോ? 1 ആഴ്ചത്തെ പറ്റൂ സാർ. 1 ആഴ്ചത്തും വേണ്ട, 1 ദിവസം മതി അവന്. ശരി, ഞാൻ നോക്കാം.
വെള്ളം കിട്ടാതെ മരുഭൂമിയുടെ നടുവില് നിക്കണ സമയത്ത് കട്ട് പൊളി. എനിക്ക് തോന്നി. ഒരു രക്ഷയില്ല. ഏ? അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഞാൻ പൊളിക്കും. എടോ എനിക്ക് ഈ നാടകം എഴുതുമ്പോ നാടകത്തിന് ഡ്രസ്സൊന്നും ആവശ്യമില്ല. ഈ തണുപ്പത്താ കേരളീയ വസ്ത്രേ ഓഫീസിൽ മാത്രം മതി. ഓ എന്താ പോളേട്ടാ നിങ്ങളിന്ന് ഓഫീസ് വരാഞ്ഞേ? ആ ബ്രോക്കറെ നാട്ടിൽ 1-2 സ്ഥലങ്ങൾ കാണിക്കാൻ ലൈവിൽ വരാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ലീവാക്കി. പിന്നെ അല്ല, എന്താ കൊത്തിയടാ കുടുങ്ങിയ? അവള് വളഞ്ഞടാ. അന്റെ ബ്ലൂടൂത്ത് അവിടെ പോയി. അതിന്റെ ചാർജ് കഴിഞ്ഞ്. ഓ ഈ എങ്ങനെയാടാ ഈ പെമ്പിള്ളേരെ വളക്കണേ? അതൊക്കെ നിസ്സാര പരിപാടിയല്ലേടാ. നമ്മുടെ അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു നമ്പർ അങ്ങ് എടുക്കാം. അതിനകത്തേക്ക് ഡയൽ ചെയ്യാം. പെണ്ണുങ്ങളാണ് എടുക്കണമെങ്കിൽ മനോജിന്റെ വീടല്ലേ എന്ന് ചോദിക്കുക. അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണോ അതനുസരിച്ച് മുന്നോട്ട് പോകും. പിന്നില്ലേ ഈ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ വളയാനാണ് കൂടുതൽ എളുപ്പം. ഡാ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടാ. അപ്പൊ നാടകം തൊലിക്കല്ലായിരുന്ന മനോജ് എന്ന് പറഞ്ഞ ആള് വിളിച്ചു കഴിഞ്ഞാ ഫോൺ എടുക്കരുതേ. ഓ ലില്ലി ചേച്ചിനെ കണ്ടാലും മതി. എത്ര നേരമാണ് ഒരു ചായക്ക് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കാണിത്? എന്തൊരു തണുപ്പാണോ ഇവിടെ. മെൽബേണിലെ കാലാവസ്ഥയെ മനുഷ്യന്റെ മനസ്സ് പോലെയാ. ചില സമയത്ത് വെയില്, ചില സമയത്ത് മഴ, ചില സമയത്ത് തണുപ്പ്. ഈ തണുപ്പത്ത് എങ്ങനെയാ എനിക്ക് ഇങ്ങനത്തെ ഡയലോഗ് കിട്ടണേ? എടാ ഇനി അടുത്ത സിനിമക്ക് ഈ ഡയലോഗ് ഇടണം കേട്ടോ. സിനിമയല്ലടോ നാടകം. എന്താ പ്രശ്നം എന്നറിയോ? ഈ സിനിമയാകുമ്പോ പ്രൊഡ്യൂസറെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാ. നാടകമാകുമ്പോ ആ പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു സ്പോൺസർ ഒപ്പിച്ചാൽ മതി. നമുക്ക് നാടകം വെച്ച് തുടങ്ങാം. ആരും കാണാത്ത നാടകം. നമുക്ക് സുബ്രഹ്മണ്യൻ കൊണ്ട് ചെയ്യിച്ചാലോ? ചെയ്യോ? അത് ചെയ്യിപ്പിക്കാം. സുബ്രഹ്മണ്യൻ ഇതിനൊരു കലാവാസനയൊക്കെ വേണം. ഈ ആരും കാണാത്ത നാടകം മനസ്സിലാവണല്ലോ. ചെയ്യുമായിരിക്കൂലേ? ഇതാ പെണ്ണല്ലേ? ആര്? അന്നെ ലിഫ്റ്റ് നിന്നല്ലേ? അവളോ? ഓളല്ല അവള്. ഇതിലേതാ? ആ ഓറഞ്ച് കളർ ഇട്ടെ. ഓറഞ്ച്? ഇതിലേതാടാ ഓറഞ്ച്? സോറി മഞ്ഞ. ഓഹോ ഇവിടെ ചോദിക്കാൻ പറ്റില്ല. ജോയേട്ടാ, നല്ല തള്ളുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെയും തള്ളി മറയ്ക്കാൻ ഒരു മടിയില്ലാത്ത ടീമാ. ജോയേട്ടിന് തള്ളു കിട്ടാന്ന് നോയിക്കോട്ടെ. എന്നെ തള്ളിയ വിവരം അറിയും. നമ്മളെ നല്ല ഗുസ്തിക്കാരുടെ ഫാമിലി വന്നാ അതാണ്. കേട്ടല്ലോ അല്ലേ? ആരെ തള്ളിന്നാ പറഞ്ഞേ? ആരും തള്ളില്ലേ. ഈ ആയിട്ടോ തണുന്ന് വന്നേ, ഒന്ന് നീറ്റ് വരാൻ. എന്തേ ചെല്ലടോ? ഒരു പെണ്ണല്ലേ വിളിക്കണേ? എന്തിന്? എന്തിനാ എനിക്കറിയോ? ഈ ചെല്ല്. നീ കൂടെ ഇന്നല്ലല്ലോ തല്ല്, അന്നല്ലേ. ഈ ചെല്ല്. വേണോ? ഈ അവിടെ ചെല്ലടോ. എന്തിനാവും? ചെല്ല്. പോവാല്ലേ? ആ ഹായ് ഹായ്. വാട്ട്? ഒന്നുമില്ല. ഹലോ. അതെ, അന്ന് എൻ്റെ അച്ഛൻ്റെ ഹാർട്ട് അറ്റാക്ക് വന്ന സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കായിരുന്നു. താനും തൻ്റെ കൂട്ടുകാരനും വന്ന് കയറിയപ്പോൾ ലിഫ്റ്റ് ഓവർലോഡായി. ആ ടെൻഷനിൽ ഞാൻ തന്നെ തള്ളിയിട്ടതാ, അല്ലാതെ മനഃപൂർവ്വമൊന്നും അല്ല. എന്നാ പറഞ്ഞാ പോരായിരുന്നില്ലേ? അല്ല, ആ സമയത്ത് പറഞ്ഞാ പോരേന്ന്. അപ്പോ ആ ടെൻഷനില് ആ സമയത്ത് അതൊക്കെ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നാ പിന്നെ ഒരു സോറിയെങ്കിലും പറഞ്ഞൂടെ? സോറി. അതെന്ത് സോറി? ഓളെന്റെ തന്തക്ക് വിളിച്ചിണ്ടാവൂലേ? എന്തിന്? അല്ല, എന്റെ മുഖഭാവം കണ്ടപ്പോ തോന്നിയതാ. ഇത് ഏതാടവള്? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എടാ ഓളാണ് എന്നെ ലിഫ്റ്റ് നിന്ന് തള്ളിയത്. അതല്ലടാ. എടാ പടച്ചോനാണ് സത്യം. ഓള് ഡ്രസ്സ് മാറ്റിട്ട് എനിക്ക് മനസ്സിലാവായിട്ടാ. സത്യം.
ഈ നാട്ടില് ഈ ഡ്രസ്സ് ഇട്ട് നടക്കാൻ എനിക്കൊരു കുറവില്ലേ? എന്തിനാടാ കുറവ്? അവരുടെ ഡ്രസ്സ് ഇട്ട് നമ്മൾ നടക്കുന്നില്ലേ? അതുപോലെ നമ്മുടെ ഡ്രസ്സ് ഇട്ട് അവര് നടക്കട്ടെ. പിന്നല്ല. ഈ ഞായറാഴ്ചയെ നമ്മുടെ അബൂട്ടിയുടെ കല്യാണാഴ്ചയാണ്. ഈ ഞായറാഴ്ചയോ? അയ്യോ, ഗോഡൌണിൽ അല്ലെങ്കിൽ സ്റ്റാഫ് കുറവാണല്ലോ. വാ. അപ്പൊ ഈ ഞായറാഴ്ചത്തെ കല്യാണ നിശ്ചയൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ? അവൻ അതല്ലേ വരുത്, അല്ലാണ്ട് നിങ്ങളുടെ ഗോഡൌണാണോ? അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തേ, ഞാൻ നമ്മുടെ ഗോകുലിന്റെ ഒരു പെണ്ണാണാൻ പോയടാ. നമ്മുടെ അവന്റെ അമ്മ സമ്മതിച്ചാ? അവന്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ അത് തീരുമാനായി. എന്തൊരു തലടാ അത്, ഒന്ന് ചാറ്റ് ചെയ്യുമ്പോൾ സമ്മതിക്കൂല നീ. അതല്ല അളിയാ പ്രശ്നം. നല്ല കുടുംബാണ്, നല്ല പെൺകുട്ടിയും. നിനക്ക് നോക്കിക്കൂടെ? ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറ്. നിങ്ങൾക്കൊക്കെ നോക്കിക്കൂടെ? അതെ, ഇവിടെ ഇതല്ല പ്രശ്നം. പിന്നെ വളരെ നിർണായകമായ മീറ്റിംഗ് ആണ്, നമ്മുടെ നാടകമാണ്. അതുകൊണ്ട് എല്ലാരും നാടകത്തിൽ ശ്രദ്ധിക്കുക, നമ്മുടെ മീറ്റിംഗിൽ ശ്രദ്ധിക്കുക. ഇതാണ് സ്ഥലം. പോവാ. ക്രിയാത്മകമായ ആശയങ്ങൾ ചർച്ച ചെയ്യാൻ ഓഫീസിനേക്കാൾ നല്ലത് ഇതുപോലൊരു ഇടാണ്. മിസ്റ്റർ മനു. മനു കേരളീയൻ. എന്ത്? അല്ല, മനു കേരളീയൻ. ഓ, മനു കേരളീയൻ. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ആരും കാണാത്ത നാടകം എന്ന് വെച്ചാൽ? പുതിയൊരു നാടകം അവതരിപ്പിക്കുന്ന ഇടമാരെ ആരും കണ്ടിട്ടില്ലല്ലോ. അതിലെന്തത്ര പ്രത്യേകത? കറക്റ്റ് സർ. ഈ നാടകം റിഹേഴ്സൽ സമയത്ത് പോലും ആരും കാണുന്നില്ല. ശരി, ആരാണ് ഈ നാടകത്തിന്റെ കഥാകൃത്ത്? മിസ്റ്റർ മനു കേരളീയൻ. സംവിധാനം? മിസ്റ്റർ മനു കേരളീയൻ, താങ്കൾ സമയം കളയാതെ കാര്യം എന്താണെങ്കിൽ പറയൂ. സർ, ലോകത്ത് ഇതുവരെ ആരും ചെയ്യാത്ത ഒരു പരീക്ഷണമാണ്. അതെ, പരീക്ഷണ നാടകങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രതിഭാധരന്മാരായ പല പല കലാകാരന്മാരെ ഇവിടെ വന്ന് കളിച്ചു പോയിട്ടുമുണ്ട്. അതാദ്യം മനസ്സിലാക്കണം. ശരി, എവിടെയാണ് ഈ നാടകം ആദ്യം കളിക്കാൻ ഉദ്ദേശിക്കുന്നത്? എവിടെ വേണമെങ്കിലും കളിക്കാം. 10 or 20 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഏത് സ്ഥലത്തും. സ്റ്റേജോ? സ്റ്റേജിന്റെ ആവശ്യമൊന്നുമില്ല. സ്റ്റേജ് വേണം, നമുക്ക് സംഘടിപ്പിക്കട്ടോ. സ്റ്റേജ് വേണ്ട. സ്റ്റേജും വേണ്ട. ഇവര് എന്തൊക്കെയാണ് ഈ പറയണത്? അപ്പൊ ഈ തെരുവ് നാടകം പോലെ? അതെ സാർ. അല്ല സർ. അല്ല സാർ. സർ, ഈ നാടകം കളിക്കാൻ വെളിച്ചം പോലും ആവശ്യമില്ല. ഇരുട്ടോ? സർ, അതാണ് പറഞ്ഞത്, ആരും കാണാത്ത നാടകം. സോറി, നിങ്ങളുടെ വിഡിത്തം കേൾക്കാനുള്ള സമയം ഞങ്ങൾക്കില്ല. വന്നേ. എങ്ങനെയെങ്കിലും ഇവരെ പിടിച്ചിരുത്തി മനുഷ്യൻ മനസ്സിലാവുന്ന ഒരു നാടകം ചെയ്യാൻ നോക്കൂ. അല്ലാതെ വെറുതെ അതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയ്യോ, ഹലോ പോലെ അവര് പോയണ്ടോ? നമ്പർ ഒന്ന് വേണേ, പോയി വിളിച്ചോക്ക്. എന്റെ അളിയാ, ഇവിടെ കാറ്റും കൊണ്ടിരുന്നു. അവര് പോയി. വാ, ഈ വായി. അവര് പോയി പറഞ്ഞിട്ട് കാര്യം. എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ